അസ്സലാമു അലൈക്കും. നമസ്കാരം. സുബാനസ് വായിക്കുന്നത് അസ്കർ ഭായി. സിറ്റി വലിയടി. ഇപ്പോൾ ഞാനുള്ളത് പെരിങ്ങത്തൂർ മക്കാം അലി കുഫി മക്കാം പരിസരത്താണ്. ഇപ്പോൾ ഞാൻ പേരാമ്പ്രക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ സുബൈ നിസ്കരിക്കാൻ ഇവിടെ കയറിയതാണ്. സാധാരണ വെല്ലാണ്ടി പള്ളിയിൽ നിന്നാണ് നിസ്കരിക്കാറ്. പക്ഷേ പടച്ചോൻ കണക്കൂട്ടി ഇവിടെ പടച്ചോൻ കണക്കൂട്ടി സ്ഥലത്ത് ഞങ്ങൾ എത്തും. അതെത്തി. അങ്ങനെ മക്കാമിലും കയറി സിയാർത്തെല്ലാം ചെയ്ത് അൽഹംദുലില്ലാഹ് അറിയാത്തല്ല. അങ്ങനെ ഞാൻ ഒതു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൗദിലേക്ക് പോയി. നോക്കുമ്പോൾ എല്ലാം പൊളിച്ചിട്ടില്ല, റിപ്പയറിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ഒതു എടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ പള്ളിയിലെ ഉസ്താദ്, 2 ഉസ്താദ്മാർ, പിന്നെ 2 ഉസ്താദ്മാരോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് ഞാൻ ചോദിച്ചു, ഉസ്താദേ ഇവിടെ ഇപ്പോൾ ഒതു കൊടുക്കേണ്ട സൗകര്യങ്ങൾ കുറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞു. അതെന്താ അവിടെ പൈപ്പ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈപ്പുണ്ട്, ശരി തന്നെയാണ്. പൈപ്പ് കൊണ്ട് കൈയും മുഖവും ചെവിയും തലയും ചെയ്യാൻ പറ്റും. പക്ഷേ കാല് എങ്ങനെ ചെയ്യാം? അപ്പോൾ എന്നോട് പറഞ്ഞ് ആ ചെറിയ രോഗം പോലത്തെ ഉണ്ടല്ലോ, അതിൽ കാലോന്ന്. ഞാൻ പറഞ്ഞ അത് ഉളുവിൻ്റെ ഭാഗമാണ് കാല്. അതെ, ഞാൻ പറഞ്ഞ് അതിൽ ഒതു എടുത്താൽ ഒതു ശരിയാവുമോ? അപ്പോൾ ഉസ്താദ് പറയാ അതിൽ ഒതു എടുത്താൽ ഒതു ശരിയാവും. എങ്ങനെ? അതിൽ ഫുള്ള് വെള്ളം ഉണ്ടെങ്കിൽ കൊല്ലത്താനി 1.25 മീറ്റർ സ്ക്വയർ ഫീറ്റ് വെള്ളം റെഡിയാണ്. പക്ഷെ ഞാൻ ഒതു കൊടുക്കുമ്പോൾ അതിൽ ഫുൾ ഉണ്ടായിട്ടില്ല, 3/4 ഉള്ളൂ. ഞാൻ പറഞ്ഞ് അതിന് സമാധാനം ആരാ പറയുക? ഈ കമ്മിറ്റിക്കാർ പറയേണ്ടി വരും. പെരിങ്ങത്തൂരെ ജുമാ മസ്ജിദ് കമ്മിറ്റിക്കാർ മറുപടി പടച്ചോൻ്റെ കോടതി പറയേണ്ടി വരും. എന്നെപ്പോലത്തോന് വരും, നിസ്കരിക്ക് പോകും. എല്ലാവർക്കും ശരിക്കും അറിയില്ല കാല് കഴുകുന്നത് ഒളുവിൻ്റെ ഭാഗമാണെന്നുള്ളതായിരിക്കും. കാല് ചില ആൾ കഴിയുന്നും വരില്ല. എങ്ങനെയല്ല കാൽമെല്ലാം വെള്ളിച്ച് പോകുന്നതും കാണും ചില ആൾ. പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്ന പറഞ്ഞാൽ റിപ്പയറിങ്ങെല്ലാം നല്ല തന്നെയാണ്, പള്ളി മോഡിഫിക്കേഷൻ ആക്കുന്നതും നല്ലതാണ്. പക്ഷേ ഒളു എടുക്കുമ്പോൾ ഒളു എടുക്കാനുള്ള സൗകര്യം ചെയ്യണം. ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ട അതാണ്. വലിയവർ പറയാൻ എന്നോട് നീ പൈപ്പിൽ നിന്ന് കാല് കഴിയാൻ മതി. ഞാൻ പറഞ്ഞു ഞാനങ്ങനെ കയറ്റിയും വരും. നാളെ അതായത് കുറച്ച് കഴിഞ്ഞാൽ വേറെ ആളവിടെ ഒളു കൊടുക്കാൻ വരും. അപ്പോൾ ഓനെങ്ങനെ ഒളു കൊടുക്കാൻ നിങ്ങൾ കാണുന്നുണ്ടോ? എപ്പോൾ അതിൽ ഫുള്ള് വെള്ളം ഉണ്ടായിന്ന് വരില്ല. ഇപ്പോൾ പകുതി വെള്ളമുള്ളൂ, പകുതി കുറച്ച് മേലെ ഉണ്ട്. അപ്പോൾ ആ വലിയവർ പറഞ്ഞ് ഫുള്ളുണ്ടെങ്കിൽ ഒളു ശരിയാകും, നോക്കണം. വെല്ലാണ്ടി പള്ളിയിൽ സുബഹി നിസ്കരിക്കേണ്ട എന്നെ പഠിച്ചോന് പെരിങ്ങത്തൂർ പള്ളിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കുറവുണ്ട് എന്ന് കാണുവാനും അത് ഈ പള്ളിയിലെ മൊല്യാറോട് അവതരിപ്പിക്കാനും ഒരു ഓർഡർ വന്നു. ഞാൻ നിസ്കരിച്ചു, ഓർഡർ പറഞ്ഞു. പക്ഷേ ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൊല്യാറോട് ഒന്നും കൂടി സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ മൊല്യാർ കാണുന്നില്ല. അതായത് മൊല്യാർ എന്നോട് പറഞ്ഞ് ഓക്കെ നീ അങ്ങനെ ചോദിച്ചല്ലോ, നിൻ്റെ കൈമ്പിൽ 4 മോതിരം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെ, ഇതാണ് മൊല്യാർ കണ്ടുവച്ചത്, 4 മോതിരം. ഞാൻ ചോദിച്ചു മോതിരം ഇടൽ ഹറാമാണോ എന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞ് ഷാഫിയും അത് പ്രകാരം ഏതോ ഒരു കിതാബിൻ്റെ പേര് മൂപ്പർ പറഞ്ഞു എന്നോട്, 1-ൽ കൂടുതൽ മോതിരം ഇടാൻ പാടില്ല. ഒരു വിരലിനോ അല്ല ഒരു കൈക്കൊന്ന് വെച്ച് അല്ല, ഒരു വിരലിന് 1. അപ്പോൾ 2ാമത്തെ വിരലിന് മോതിരം പാടില്ല എന്ന് പറഞ്ഞു, ഹറാമാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു അതോക്കെ ഇനി ഷാഫിയാന്ന് വെച്ചു. ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഷാഫിയാണ്, കേരളത്തിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ ഹനഫിയാവും. ഇപ്പോൾ ഞാൻ ഉംറക്ക് പോയപ്പോൾ ഹനഫിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുറത്ത് ബോംബെ, മഹാരാഷ്ട്ര, നാഗ്പൂർ, തമിഴ്നാട്, ആന്ധ്ര എന്നിവരെല്ലാം പോകുന്നോളാം ഞാൻ. അപ്പോൾ പോകുന്നോളാം. അപ്പോൾ ഞാൻ അങ്ങോട്ടത്തെ ഹനഫിയാവും. അപ്പോൾ ഞാനും ഉംറക്ക് പോകുമ്പോൾ എന്നോട് എൻ്റെ അമീർ പറഞ്ഞത് അവിടെ തവാഫ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒളു എടുക്കേണ്ടത് ഹനഫി മദ്ഹബ് പ്രകാരം.
വലിയ വ്യത്യാസമൊന്നുമില്ല. തല ഫുള്ളായിട്ട് തടവണം ഒതു കൊടുക്കുമ്പോൾ. നമ്മൾ ഷാഫിയിൽ അല്പം തടവണം, ഹനഫിയിൽ ഫുള്ളായിട്ട് തട, അത്രയേ വ്യത്യാസമുള്ളൂ. എന്നാൽ പിന്നെ സ്ത്രീകളെ തൊട്ടാൽ ഒതും മുറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ മക്കത്തെത്തിയപ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം, കേരളത്തിൽ ഷാഫി. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ മദ്ഹബിലേക്ക് നമ്മൾ മാറേണ്ടി വരുന്നു. 4 മദ്ഹബാണ് ഉണ്ടെന്ന് ഞാൻ പഠിച്ചത്. ഷാഫി, ഹംബലി, മാലിക്, എന്തെങ്കിലും എനിക്ക് ഒന്നും ഓർമ്മയില്ല. അല്ല പോട്ടെ, പേരാമ്പ്ര പോകേണ്ട സമയം. അപ്പോൾ ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. ഷാം ക ന്യൂസ് ഇവിടെ, സുബ ന്യൂസ് ഇവിടെ അവസരം.